ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSST ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 ഫൈക്കോളജിയിലെ ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ആൽഗയാണ്. അതിൽ താലസ് ഓർഗനൈസേഷനും വെജിറ്റേഷൻ ടൈപ്പുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ആൽഗെ. ആളുകളുടെ ജനറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എല്ലാ ആളുകൾ ക്ലാസിന്റെയും ചേർത്തുള്ള ഒരു ജനറൽ ഫീച്ചറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം നമുക്ക് ആളുകൾ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ആളുകളെ കുറിച്ചുള്ള ഒരു പഠനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, എന്ന് സ്റ്റാർട്ട് ചെയ്തു. ആളുകൾ സ്റ്റഡി സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഇൻ 1978 വിത്ത് എ ന്യൂ വെറൈറ്റി ഓഫ് ക്യാര പോളിഫില്ല ഫ്രം സിലോൺ. നൗ ഇറ്റ് ഈസ് ഇൻ ശ്രീലങ്ക. ശ്രീലങ്ക, പഴയ ശ്രീലങ്കയുടെ പേര് സിലോൺ എന്നായിരുന്നു. സിലോണിൽ നിന്നും ക്യാര, നമ്മുടെ ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന ക്യാര എന്ന ഗ്രീൻ ആൽഗ, അതിന്റെ ഒരു സ്പീഷീസ് ആണ് ക്യാര പോളിഫില്ല. ഇതിന്റെ കണ്ടുപിടുത്തത്തോടെ ആയിരുന്നു ആദ്യമായിട്ട് ആൽഗൽ സ്റ്റഡീസ് ഇന്ത്യയിൽ നടക്കുന്നത്. അത് 1978 ആൽഗൽ ബോഡിക്ക് എന്ത് പേര് പറയാം? താലസ് എന്നാണ് അറിയപ്പെടുന്നത്. താലസ് ഈസ് ദ പ്ലാന്റ് ബോഡി ഓഫ് ആൽഗെ. ഇറ്റ് ഈസ് ദ അൺഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡി ഇൻ റൂട്ട്, സ്റ്റെം, ലീവ്സ്. നമുക്ക് ആൽഗൽ പ്ലാന്റ് ബോഡി എടുക്കുകയാണെങ്കിൽ അതിന് താലസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം അതിനെ നമുക്ക് സാധാരണ പ്ലാന്റിനെ പോലെ റൂട്ട്, സ്റ്റെം, ലീഫ് എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തിരിക്കാൻ കഴിയില്ല. അങ്ങനെ അവ്യക്തമായിട്ടുള്ള പ്ലാന്റ് ബോഡികളെ വിളിക്കുന്ന പേരാണ് താലസ് എന്ന് പറയുന്നത്. ക്ലോറോഫിൽ ബിയറിംഗ് താലോഫൈറ്റുകളാണ് ആൽഗ, എന്നാൽ ക്ലോറോഫിൽ ഇല്ലാത്ത താലോഫൈറ്റുകളാണ് ഫംഗസുകൾ. ദേ ആർ നോൺ വാസ്കുലർ പ്ലാന്റ്സ്. സൈലവും ഫ്ലോയും ഇല്ലാത്ത പ്ലാന്റ് ഗ്രൂപ്പുകളാണ് ആൽഗ എന്നറിയപ്പെടുന്നത്. ദേ ആർ ക്ലോറോഫിൽ ബിയറിംഗ് പ്ലാന്റ്സ് വിത്ത് എ പ്ലാന്റ് ബോഡി ഷോയിങ് നോ ഡിഫറൻസിയേഷൻ ഇൻടു ട്രൂ ടിഷ്യൂസ്. ശരിക്കുമുള്ള ടിഷ്യൂസിന്റെ ഡിഫറൻസിയേഷൻ കാണിക്കാത്ത ഒരു താലസ് ആയിട്ടുള്ള ക്ലോറോഫിൽ ബിയറിംഗ് പ്ലാന്റ് ബോഡിയാണ് ആൽഗൾക്കുള്ളത്. പോണ്ട് സ്കം, സ്റ്റോൺ ബഡ്സ്, സീ വീഡ്സ് ആർ കളക്റ്റീവ്ലി കാൾഡ് ആൽഗ. നമ്മുടെ കുളത്തിലും ഫ്രഷ് വാട്ടർ പോണ്ടിലും വയലിലൊക്കെ നമ്മുടെ കൈകാലിലൊക്കെ പറ്റുന്ന ചില നൂലുപോലത്തെ ആളുകളില്ലേ, അതും അതിനെയൊക്കെ സ്പോണ്ട് സ്കം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ സീ വീഡ്സ്, കടൽ പായലുകൾ, സ്റ്റോൺ ബഡ്സ്, ക്യാര സ്റ്റോൺ ബഡ്സിന് എക്സാമ്പിൾ ആണ്. തുടങ്ങിയ പ്ലാന്റുകൾ എല്ലാത്തിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ആൽഗ എന്ന് പറയുന്നത്. പിന്നെ ആളുകളുടെ ഹാബിറ്റും ഹാബിറ്റാറ്റും എന്താണെന്ന് നോക്കാം. മെജോറിറ്റി ആൽഗ ആർ അക്വാട്ടിക്. മിക്കവാറുള്ള എല്ലാ ആളുകളും അക്വാട്ടിക് ആൽഗയാണ്. അതായത് ഫ്രഷ് വാട്ടറിലോ മറൈൻ വാട്ടറോ അല്ലെങ്കിൽ സാൾട്ട് വാട്ടർ അല്ലെങ്കിൽ ബ്രാക്കിഷ് വാട്ടർ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ബ്രാക്കിഷ് വാട്ടറിൽ കാണപ്പെടുന്നവരാണ് സാധാരണഗതിയിലെ എല്ലാ ആൽഗകളും. മറൈൻ ആൽഗ വിത്ത് മൈക്രോസ്കോപ്പിക് താലെ ഓഫ് ബ്രൗൺ ആൽഗ കോമൺലി കാൾഡ് സീ വീഡ്സ്. ഇതിൽ കടലിൽ കാണപ്പെടുന്ന ജൈന്റ് ആയിട്ടുള്ള കുറച്ച് വലിയ താലസുള്ള ബ്രൗൺ ആൽഗകളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് സീ വീഡ്സ് എന്നറിയപ്പെടുന്നത്. കടൽ കളകൾ എന്നറിയപ്പെടുന്നത്, കടൽ പായലുകൾ എന്നറിയപ്പെടുന്നത് സീ വീഡ്സ് എന്നറിയപ്പെടുന്നതാണ് ബ്രൗൺ ആൽഗകൾ. അത് കൂടുതലും മറൈൻ ഹാബിറ്റേറ്റിൽ വളരുന്നവരായിരുന്നു. മെജോറിറ്റി ആൽഗകളും അക്വാട്ടിക് ആണെന്ന് പറഞ്ഞത്, എന്നാൽ ചില ആൽഗകൾ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്ന ആൽഗകളും ഉണ്ട്. അതായത് സർഫസ് ഓഫ് സോയിൽ, സോയിൽ സർഫസിൽ നനവുള്ള പ്രദേശത്ത് കാണപ്പെടുന്ന ആളുകളാണ് ഒച്ചേറിയ, അതിൽ വോട്രീഡിയം, അതിൽ ഫ്രിച്ചില്ല, ട്യൂബറോസ, ഊഡക്ലാഡിയം തുടങ്ങിയ ആളുകളെല്ലാം മോയിസ്റ്റ് ആയിട്ടുള്ള സോയിൽ അല്ലെങ്കിൽ സർഫസിൽ കാണപ്പെടുന്നവരായിരിക്കും. ഇത്തരം ആളുകളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് സാപ്പോഫൈറ്റ്സ് അഥവാ എഡാഫോഫൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. എഡാഫിക് ഫാക്ടർ എന്ന് പറഞ്ഞ സോയിൽ ഫാക്ടർ ആണല്ലോ, അതുകൊണ്ട് മണ്ണിൽ കാണപ്പെടുന്ന എഡാഫോഫൈറ്റ്സ് എന്നോ അല്ലെങ്കിൽ സാപ്പോഫൈറ്റ്സ് എന്നോ അറിയപ്പെടുന്നു. സം ആൽഗ ആർ സീൻ ഇൻ സബ്റ്ററേനിയൻ ഹാബിറ്റാറ്റ്. ചില ആളുകൾ സബ്റ്ററേനിയൻ ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്നുണ്ട്. അതായത് സോയിൽ സർഫസിന് കുറച്ച് താഴെയായിട്ട് കുഴികളിലോ ക്യാവിറ്റുകളിലോ അങ്ങനെ കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവയെ ക്രയോഫൈറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എക്സാമ്പിൾ നോസ്റ്റോ, ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. അതുപോലെ അനബീന, യൂഗ്ലിന തുടങ്ങിയതെല്ലാം സബ്റ്ററേനിയൻ ഹാബിറ്റിൽ കാണപ്പെടുന്ന ചില ആളുകളാണ്. നെക്സ്റ്റ് ആണ് എയറോഫൈറ്റ്സ്. എയറോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ എയറിൽ കാണപ്പെടുന്നതാണ് അർത്ഥമാക്കുന്നത് ഏരിയൽ മോഡ് ഓഫ് ലൈഫ് ആണ്. ശരിക്കും പറഞ്ഞാൽ എയറിൽ തന്നെയല്ല കാണപ്പെടുന്നത്, മണ്ണുമായി ബന്ധമില്ലാതെ മരങ്ങളിലും മറ്റും അതിന്റെ ബാർക്കിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ആൽഗകളാണ് എയറോഫൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഏരിയൽ മോഡ് ഓഫ് ലൈഫ് കാണിക്കുന്നതാണ്. എക്സാമ്പിൾ ട്രെൻഡോഫോളിയ എന്ന് പറയുന്ന ഒരു ആൽഗെ ബാർക്കിൽ പറ്റിപ്പിടിച്ച്, നനവുള്ള മരങ്ങളുടെയൊക്കെ ബാർക്കിലായിരിക്കും പറ്റിപ്പിടിച്ച് വളരും. അതുപോലെ മറ്റ് എക്സാമ്പിൾസ് ആണ് ഫെർമീഡിയം, സൈറ്റോണീമ, ഹാപ്ലോസിഫോൺ തുടങ്ങിയ ആളുകൾ ബാർക്ക് എലോങ് വിത്ത് ബ്രയോഫൈറ്റ്സ്, മരങ്ങളുടെ ബ്രയോഫൈറ്റ് പറ്റിപ്പിടിച്ച് വളരുമ്പോൾ അതിനോട് ചേർന്ന് ആ ബ്രയോഫൈറ്റ്സിനോട് ചേർന്ന് വളരുന്ന ആളുകളായിരിക്കും. അതുപോലെ ക്രയോഫൈറ്റ്സ്, ഓൾറെഡി നേരത്തെ പറഞ്ഞ സബ്റ്ററേനിയൻ ഹാബിറ്റയിൽ കാണപ്പെടുന്ന ആളുകളെ ക്രയോഫൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഫൗണ്ട് ഓൺ മൗണ്ടെയിൻ പീക്ക് വിത്ത് സ്നോ ഇമ്പാക്ട് അട്രാക്റ്റീവ് കളർ ടു ദ മൗണ്ടെയിൻ. ചില ക്രയോഫൈറ്റുകൾ മൗണ്ടെയിൻ പീക്കിലും കാണപ്പെടുന്നുണ്ട്. സബ്റ്ററേനിയൻ ഹാബിറ്റാറ്റ് പോലെ തന്നെ മൗണ്ടെയിൻ ഹാബിറ്റാറ്റിലും കാണപ്പെടുന്ന ആളുകളുണ്ട്. ആ മൗണ്ടെയിൻ ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്ന സ്നോയിലും മഞ്ഞിലൊക്കെ കാണപ്പെടുമ്പോൾ ആ മഞ്ഞിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ നൽകുന്നത് ഇത്തരം ആൽഗകളായിരിക്കും. അതിന് എക്സാമ്പിൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഹെമാറ്റോകോക്കസ് നിവാലിസ് എന്ന് പറയുന്ന ഒരു ആൽഗ. ആ ആൽഗെ
ശരിക്കും ആർട്ടിക് റീജിയനിൽ അതുപോലെ ആൽപൈൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അവിടെ ആർട്ടിക് റീജിയനിലൊക്കെ മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശമാണല്ലോ. ഏകദേശം ഒരു റെഡ് കളറിന് കാരണം, ആ റെഡ് നിറത്ത് തോന്നുന്നുണ്ടെങ്കിൽ ആ റെഡ് കളറിന് കാരണമായിട്ടുള്ള ആളുകളാണ് ഹെമാറ്റോകോക്കസ് നിവാലിസ് എന്ന് പറയുന്നത്. അതുപോലെ ക്ലാമഡോമോണാസ് യെല്ലോസ്റ്റോണൻസിസ്, അതുപോലെ അങ്കിസ്ട്രോഡെസ്മസ് എന്ന ആൽഗെ, അതുപോലെ മീസോറ്റീനിയം തുടങ്ങിയ ആളുകളൊക്കെ മഞ്ഞുമൂടിയ സ്നോ മൗണ്ടൻസിനൊക്കെ ഒരു പച്ച കളർ നൽകും, ഗ്രീനിഷ് കളർ നൽകുന്നുണ്ടെങ്കിൽ അത് ഇത്തരം ആളുകളുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ പ്രോട്ടോഡെർമ, അതുപോലെ സ്കോച്ചില്ല തുടങ്ങിയ ആളുകളെല്ലാം യെല്ലോ അല്ലെങ്കിൽ യെല്ലോ ഗ്രീൻ കളർ മഞ്ഞിന് നൽകുന്നുണ്ട്. മഞ്ഞുമൂടി പ്രദേശങ്ങൾക്ക് യെല്ലോ കളർ നൽകുന്നുണ്ടെങ്കിൽ അത് ഇത്തരം ആളുകളായിരിക്കും. അതുപോലെ ചില ആളുകളായ അൺസൈക്ലോണീമ, നോഡൻസ്കിയോളിൻ തുടങ്ങിയ ആളുകളൊക്കെ ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു പർപ്പിൾ ടിഞ്ച് നൽകുന്ന കളർ നൽകുന്നുണ്ട് മഞ്ഞിനൊക്കെ. അപ്പൊ സ്നോ മൗണ്ടൻസിന് ആ ഒരു പർപ്പിൾ അല്ലെങ്കിൽ ബ്രൗണിഷ് നിറം നൽകുന്ന ആളുകളുണ്ട്. അതുപോലെ അതിന് തന്നെ മറ്റൊരു സ്പീഷീസ് ആണ് അൺസൈക്ലോണീമ, അതുപോലെ മീസോസ്റ്റീനിയം തുടങ്ങിയ ആളുകളൊക്കെ ഏകദേശം ഐസിൽ മാത്രം വളരും. റിസൾട്ട് ഐസ് ബ്ലൂം, ഐസിൽ വളരെയധികം ഈ ആളുകൾ എസ്റ്റാബ്ലിഷ് ആകുന്ന ഒരു പ്രോസസ്സിനെ ഐസ് ബ്ലൂം എന്നാണ് വരുന്നത്. ആൽഗകൾ ബ്ലൂം നമ്മൾ പഠിച്ചിട്ടില്ലേ? മലിനമായ ജലത്തിൽ ആൽഗ വളരുന്ന പ്രോസസ്സിനെ ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. അതുപോലെ ഐസിൽ വളരുന്ന ആളുകൾ, ഐസിൽ മാത്രമായിട്ട് വളരുന്ന ആളുകളുണ്ട്. അതിന് ആ ഒരു പ്രോസസ്സിന് ഐസ് ബ്ലൂം എന്നാണ് പറയുന്നത്. അതിന് കാരണമായ സ്പീഷീസ് ആണ് ആൻസൈക്ലോനീമ, അതുപോലെ മീസോസ്റ്റീനിയം തുടങ്ങിയ സ്പീഷീസ് എല്ലാം ഐസ് ബ്ലൂമിന് കാരണമാകുന്നു. അതുപോലെ ട്രാക്കസിയ, അതുപോലെ സൈംഡ്രോസ്റ്റിസിസ് തുടങ്ങിയ ആളുകളൊക്കെ സ്നോയിലും അതുപോലെ ഐസിലും രണ്ടിലും ഒരുമിച്ച് വളരുന്ന ആളുകളുണ്ട്. അതുപോലെ ഫോർമീഡിയം, അതുപോലെ ഗ്ലോയോ ക്യാപ്സ തുടങ്ങിയ സ്പീഷീസുകൾ ശരിക്കും ക്രയോഫൈറ്റ്സുകളല്ല, ടെമ്പററി ഗ്രോത്ത് ഓൺ ഐസ് ഓർ സ്നോ ആയിരിക്കും. താൽക്കാലികമായിട്ട് മഞ്ഞിലോ ഐസിലോ വളരുന്നവരായിരിക്കും. ഇവയൊക്കെയാണ് ഈ ക്രയോഫൈറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അടുത്തതാണ് തെർമോഫൈറ്റ്സ്. തെർമോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ പേര് തന്നെയുണ്ട്, ഹൈ ടെമ്പറേച്ചറിൽ കാണപ്പെടുന്ന ഹോട്ട് സ്പ്രിങ്ങുകളിൽ കാണപ്പെടുന്ന ആളുകളാണ് തെർമോഫൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എക്സാമ്പിൾ ആയിട്ട് ക്രൂക്കോക്കേസി തുടങ്ങിയ ഫാമിലിയിൽ കാണപ്പെടുന്ന ചില മെമ്പേഴ്സ്, ഓസിലറ്റോറിയസി ഫാമിലിയിൽ കാണപ്പെടുന്ന ചില മെമ്പേഴ്സ്, അവരൊക്കെ ഏകദേശം 85°C വരെ അതിജീവിക്കാൻ കഴിയുന്ന ആളുകളാണ്. അതുപോലെ ഓസിലറ്റോറിയുടെ ഒരു സ്പീഷീസ് ബ്രീവിസ്, അതുപോലെ സിനോകോക്കോക്കസ് എലോങ്ങേറ്റസ്, അതുപോലെ ഹാപ്ലോസിഫോൺ ലിഗ്നോസം തുടങ്ങിയ സ്പീഷീസുകൾ ഏകദേശം 70°C വരെ അതിജീവിക്കാൻ കഴിയുന്ന തെർമോഫൈറ്റ്സുകളുമാണ്. ആൽഗെ ഓഫ് അൺയൂഷ്വൽ ഹാബിറ്റാറ്റ്സ്, അതായത് അൺയൂഷ്വൽ ഹാബിറ്റാറ്റിൽ കാണപ്പെടുന്ന ആളുകൾ, സാധാരണ ഹാബിറ്റാറ്റിൽ അല്ലാതെ വ്യത്യാസപ്പെട്ട ഹാബിറ്റാറ്റിൽ കാണുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ് ഹാപ്ലോഫൈറ്റിക് ആൽഗെ. ദാറ്റ് മീൻസ് ദേ ഫൗണ്ട് ഓൺ സലൈൻ വാട്ടർ വിത്ത് ഹൈ പെർസെൻറ്റേജ് ഓഫ് സാൾട്ട്, അതായത് ഒരുപാട് സാൾട്ട് പെർസെൻറ്റേജ് ഉള്ള വെള്ളത്തിൽ കാണപ്പെടുന്ന ആളുകളാണ് ഹാപ്ലോഫൈറ്റിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡുനാലിയല്ല, അതുപോലെ സ്റ്റിഫാനോപ്റ്റെറ, ക്ലാമഡോമോണാസ് ക്രെൻബർഗി തുടങ്ങിയ സ്പീഷീസുകൾ. ലിത്തോഫൈറ്റിക് ആൽഗെ. ലിത്തോഫൈറ്റിക് ആൽഗെ എന്ന് പറയുമ്പോൾ മോയിസ്റ്റ് റോക്സിലും അതുപോലെ വെറ്റ് വാൾസിലും മറ്റു റോക്കി സർഫസിൽ കാണപ്പെടുന്ന ആൽഗകളാണ് ലിത്തോഫൈറ്റിക് ആൽഗെ എന്നറിയപ്പെടുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് റിവിലേറിയയുടെ സ്പീഷീസുകൾ, അതുപോലെ ഗ്ലോറിയോ ക്യാപ്സ ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്, നോസ്റ്റോഗ് അനദർ ബ്ലൂ ഗ്രീൻ ആൽഗയാണ്, അതൊരു ഡാം ഷെയ്ഡി ഹാബിറ്ററ്റിലാണ് കൂടുതലും കാണപ്പെടുന്നത്, എക്ടോകാർപ്പസ്, പോളിസുഫോണിയ പോലുള്ള ആൽഗകൾ. എപ്പിഫൈറ്റിക് ആൽഗെ. എന്താണ് എപ്പിഫൈറ്റ്? മറ്റു പ്ലാന്റ്സിൽ അറ്റാച്ച് ചെയ്ത് വളരുന്നവരാണ് എപ്പിഫൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർക്കിഡൊക്കെ എക്സാമ്പിൾ നമുക്കറിയാം അല്ലെ? അതുപോലെ മറ്റു അക്വാട്ടിക് പ്ലാന്റ്സിന്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് വളരുന്ന ആൽഗകളെയാണ് എപ്പിഫൈറ്റിക് ആൽഗെ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഓയിഡഗോണിത്തിന്റെ സ്പീഷീസുകൾ, ബൾബോകീറ്റെ, അഫാനോകീറ്റെ, കോളിയോകീറ്റെ, നീറ്റെല്ലാർ തുടങ്ങിയ സ്പീഷീസ്. ഈ കോളിയോകീറ്റെ, നീറ്റെല്ലാർ തുടങ്ങിയ സ്പീഷീസ് കൂടുതലും ക്യാര, നീറ്റെല്ല തുടങ്ങിയ മറ്റ് ആൽഗെ തന്നെ പറ്റിപ്പിടിച്ച് വളരുന്നവരായിരിക്കും. മറ്റു എക്സാമ്പിൾ ആണ് കീറ്റോണീമ. കീറ്റോണീമ എന്ന ആൽഗെ ടെട്രാസ്പോറ, അതുപോലെ വെട്രാക്കോസ്പെർമം തുടങ്ങിയ വെട്രാക്കോസ്പെർമം റെഡ് ആൽഗയാണ്, അങ്ങനെയുള്ള ആൽഗകളിൽ പറ്റിപ്പിടിച്ച് വളരുന്നവരായിരിക്കും. റിവിലേറി എന്ന വേറൊരു സ്പീഷീസ് ഉണ്ട്, അത് ആൻജിയോസ്പെർമിക് പ്ലാന്റ്സ് സർപ്പസിൽ പറ്റിപ്പിടിച്ച് വളരുന്നുണ്ട്. ആൻജിയോസ്പെർമിക് ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് സർപ്പസിൽ പറ്റിപ്പിടിച്ച് വളർന്ന ഒരു ആൽഗയാണ് റിവിലേറിയ എന്ന് പറയും. അതുപോലെ കീറ്റോഫോറ, അത് സാധാരണ നിലംബോ സ്പീഷീസ്, നമ്മുടെ താമരയുടെ ഇലയിലും അതുപോലെ വാലിസ്നെറിയ എന്ന അക്വാട്ടിക് പ്ലാന്റ്സിലൊക്കെ അതിന്റെ ഇലകളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ആളുകളായിരിക്കും. അടുത്തതാണ് എപ്പിസോയിക് ആൽഗെ. എപ്പിസോയിക് ആൽഗെ എന്ന് പറയുമ്പോൾ അനിമൽസിന്റെ ബോഡിയിലും അറ്റാച്ച് ചെയ്ത് വളരുന്നവരായിരിക്കും. കൂടുതലും മൊളസ്കിന്റെ ഷെല്ലിലൊക്കെ അറ്റാച്ച് ചെയ്ത് വളരുന്നതായിരിക്കും. അതുപോലെ ടർട്ടിൽസ്, അതുപോലെ ഫിഷസിന്റെ ഫിൻസിലൊക്കെ പറ്റിപ്പിടിച്ചായിരിക്കും വളരുന്നത്. എക്സാമ്പിൾ ആണ് ക്ലാഡോഫോറ എന്നൊരു ആൽഗെ, അത് സ്നെയിൽസ് ഒച്ചിന്റെ ആ തോടിൽ പറ്റിപ്പിടിച്ച് വളരുന്നുണ്ട്. അതുപോലെ ഷെൽസ് ഓഫ് ബൈവാൽസ്, അന്നൊക്കെ ബൈവാൽസ് അറിയാലോ, നമ്മുടെ കല്ലുമേക്ക പോലുള്ള ബൈവാൽസിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്നുണ്ട്. അതുപോലെ
പ്രോട്ടോഡെർമ, അതുപോലെ ബേസിക് ക്ലാഡിയ തുടങ്ങിയ സ്പീഷീസുകൾ ടർട്ടിൽസിന്റെ പുറത്ത് പറ്റിപ്പിടിച്ച് വളരുന്നുണ്ട്. എൻഡോസോയിക് ആൽഗ. എൻഡോസോയിക് എന്ന് പറയുമ്പം അനിമൽസിന്റെ ഉള്ളിലായിരിക്കും കാണപ്പെടുന്നത്. അതായത് അക്വാട്ടിക് അനിമൽസിന്റെ ബോഡിക്ക് അകത്ത് കാണപ്പെടുന്ന ആൽഗകളാണ് എൻഡോസോയിക് ആൽഗ എന്ന് പറയുന്നത്. സൂക്ലോറല്ല തുടങ്ങിയ ആൽഗകള് ഹൈഡ്രേഡ് ഉള്ളിൽ കാണാം. ഹൈഡ്രേറ്റഡ് സ്പീഷീസ് ആയ വെരിഡിസിന്റെ ഉള്ളിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ സാന്തല്ല എന്ന മറ്റൊരു സ്പീഷീസ്, ഇത് ഫ്രഷ് വാട്ടർ സ്പോഞ്ചസിന്റെ അകത്താണ് കാണപ്പെടുന്നത്. അതുപോലെ ഓസിലേറ്റോറിയസി ഫാമിലിയിൽപ്പെട്ട കുറച്ച് മെമ്പേഴ്സുകൾ ചില വെർട്ടിബ്രേറ്റ്സിന്റെ റെസ്പിറേറ്ററി ട്രാക്കിലോ ഡൈജസ്റ്റീവ് ട്രാക്കിലോ കാണപ്പെടുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. പാരസൈറ്റിക് ആൽഗ. എന്താണ് പാരസൈറ്റ്? ഒരു ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ ബോഡിയിൽ നിന്ന് ആഹാരം സ്വീകരിക്കുകയും അവർക്ക് അസുഖം ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണല്ലോ പാരസൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലെ? അങ്ങനെ പാരസൈറ്റിക് മോഡിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. എക്സാമ്പിൾ ആണ് സെഫലോറസ് വൈറൻസ് എന്ന് പറയുന്ന ആൽഗെ. അത് തേയിലച്ചെടിയിലാണ് കാണപ്പെടുന്നത്. റെഡ് റസ്റ്റ് ഓഫ് ടീ, തേയിലച്ചെടി റെഡ് റസ്റ്റിന് കാരണമാകുന്ന ആ അസുഖത്തിന് കാരണമാകുന്ന ആൽഗ എന്ന് പറയുന്നത് സെഫലോറസ് വൈറൻസ് ആണ്. അതുപോലെ ക്ലോറോകൈട്രിയം, അതുപോലെ ഫില്ലോസിഫോൺ തുടങ്ങിയ സ്പീഷീസുകളും മറ്റ് ചെടികൾ ഇതുപോലെ അസുഖം ഉണ്ടാക്കുന്നവരാണ്. പോളിസിഫോണിയ, ഫെസ്റ്റിഗേറ്റ തുടങ്ങിയ സ്പീഷീസുകൾ സെമി പാരസൈറ്റ് ആണ്. അസ്കോഫില്ലം നോഡോസം എന്ന പ്ലാന്റിലെ പറ്റിപ്പിടിച്ച് വളരുന്ന സെമി പാരസൈറ്റ് ആയിട്ട് കാണപ്പെടുന്ന സ്പീഷീസുകൾ ഉണ്ട്. സിംബയോട്ടിക് ആൽഗ. ഒരു മ്യൂച്വൽ ഇന്ററാക്ഷനിലൂടെ രണ്ടുപേർക്കും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഇന്ററാക്ഷൻ, അതാണല്ലോ സിംബിയോസിസ്, മ്യൂച്വലിസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിംബിയോട്ടിക് മോഡിലൂടെ ആഹാരം സ്വീകരിച്ച് വളരുന്ന ഹാബിറ്റാറ്റിൽ വളരുന്ന ജീവജാലങ്ങളും ഉണ്ട്, ആൽഗൽ സ്പീഷീസും ഉണ്ട്. എക്സാമ്പിൾ ആണ് നോസ്റ്റോക്ക്. നോസ്റ്റോക്ക് സാധാരണ ആന്തോസോറസ് പോലുള്ള ബ്രയോഫൈറ്റ്സിലും അതുപോലെ നോട്ടോതൈലസ്, അതൊക്കെ ബ്രയോഫൈറ്റ്സ് ആണ്, തുടങ്ങിയ ആ സ്പീഷീസിൽ പറ്റിപ്പിടിച്ച് വളരുന്നുണ്ട്. അതിനോട് ചേർന്ന് മ്യൂച്വൽ ഇന്ററാക്ഷനിലൂടെ നൈട്രജൻ ഫിക്സേഷൻ ചെയ്ത് ജീവിക്കുന്നവരാണ്. അനബീനയുടെ സ്പീഷീസുകൾ, അനബീന സൈക്കിഡേ എന്ന സ്പീഷീസ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സൈക്കസിന്റെ റൂട്ടിൽ അറ്റാച്ച് ചെയ്ത്, കൊറോളോയിഡ് റൂട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? കൊറോളോയിഡ് റൂട്ടിൽ കാണപ്പെടുന്ന നൈട്രജൻ ഫിക്സ് സയാനോബൈറ്റ് ഉണ്ടെന്ന് പഠിച്ചിട്ടില്ലേ? അതിന്റെ എക്സാമ്പിൾ ആണ് അനബീന സൈക്കിഡേ. അത് ആ കൊറോള റൂട്ടിൽ നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്നു. എക്സാമ്പിൾ സൈക്കസ്. അതുപോലെ അനബീന അസോള, പേര് തന്നെ ഉണ്ട്. അസോള എന്ന ടെറഡോഫൈറ്റ്, അക്വാട്ടിക് ടെറഡോഫൈറ്റില് അതിന്റെ ഇലകളിൽ കാണപ്പെടുന്ന മറ്റൊരു നൈട്രജൻ ഫിക്സിംഗ് സയാനോ ബാക്ടീരിയ ആണ് അനബീന. ഇതൊരു സിംബയോട്ടിക് റിലേഷനിലൂടെ നൈട്രജൻ ഫിക്സേഷൻ ചെയ്ത് ജീവിക്കുന്നവരാണ്. ക്ലോറല്ല എന്ന് പറയുന്ന ഒരു യൂണിസെല്ലുലാർ ഗ്രീൻ ആൽഗയാണ്, നോൺ മോട്ടൈൽ ആൽഗയാണ്. അത് അസറ്റോബാക്ടർ ക്രൂക്കോസം എന്ന സ്പീഷീസുമായി ചേർന്ന് സിംബയോട്ടിക് റിലേഷനിൽ ജീവിക്കുന്നുണ്ട്. അതുപോലെ സെറാറ്റോഫില്ലം എന്ന ആൽഗെ മോസസുമായി ചേർന്ന് ജീവിക്കുന്നു. ഇങ്ങനെ സിംബയോട്ടിക് മോഡിലൂടെ ലൈഫ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾ. താലസ് ഓർഗനൈസേഷൻ. ആളുകളുടെ താലസിന്റെ പ്രത്യേകത, പ്ലാന്റ് ബോഡി താലസ് ആണ്, നേരത്തെ പറഞ്ഞു. അൺഡിഫറൻഷിയേറ്റഡ് ബോഡിയാണ്, റൂട്ട് സ്റ്റെം ലീഫും തിരിച്ചറിയാൻ പറ്റാത്ത ബോഡിയാണ് ഉള്ളതെന്ന് പറഞ്ഞായിരുന്നു. ചില ആളുകൾ യൂണിസെല്ലുലാർ ആണ്, അത് മോട്ടൈൽ ഫോംസ് ഫ്ലജെല്ല ഉള്ള മൂവ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ക്ലാമഡോമോണസ്. ഇപ്പോൾ അത് പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് മാറ്റി പകരം പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. യൂണിസെല്ലുലാർ നോൺ മോട്ടൈൽ ഫോംസിന് എക്സാമ്പിൾ ആണ് ക്ലോറല്ല. അതുപോലെ കോളനിയൽ ടൈപ്പ്, കോളനിയായിട്ട് ഒരു പന്ത് പോലെ ഒരു കോളനിയായിട്ട് കാണപ്പെടുന്ന ടൈപ്പുകളാണ് വോൾവോക്സ്, അതുപോലെ പെഡിയാസ്ട്രം തുടങ്ങിയ സ്പീഷീസുകൾ. ചില ഫോംസ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ സിമ്പിൾ ഫിലമെന്റസ് ഫോം ആയിരിക്കും. കുറെ സെല്ലുകൾ അടുക്കി വെച്ചൊരു ഫിലമെന്റ് പോലെ കാണപ്പെടുന്ന മൾട്ടി സെല്ലുലാർ സിമ്പിൾ ആയിട്ടുള്ള ഫിലമെന്റസ് ഫോം ആണ്. എക്സാമ്പിൾ യൂളോത്രിക്സ് സൈനീമ. സം മൾട്ടി സെല്ലുലാർ ഫോംസ് ദ സെൽസ് മേ പെർഫോം ബോത്ത് ഫങ്ഷൻസ് ആസ് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ്. എന്നാൽ ചില മൾട്ടി സെല്ലുലാർ ഫോംസിന് ഫിലമെന്റസ് ഫോം ആയിരിക്കും, അതിന് നോർമൽ ബോഡി ആയിട്ടും അവർക്ക് വെജിറ്റേറ്റീവ് ബോഡി ആയിട്ടും ആക്ട് ചെയ്യാൻ കഴിയും, അതോടൊപ്പം തന്നെ റീപ്രൊഡക്റ്റീവ് ബോഡി ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സ്പീഷീസ് എക്സാമ്പിൾ ആണ് ഓയിഡഗോണി എന്ന് പറയുന്നത്. സം ആൽഗെ സ്പെഷ്യൽ റീപ്രൊഡക്റ്റീവ് സെൽസ് ഓർ ഓർഗൻസ് മേ ബി ഡെവലപ്പ്. എന്നാൽ ചില ആളുകൾ റീപ്രൊഡക്ഷന് വേണ്ടി പ്രത്യേകതരം സെല്ലുകളോ ഓർഗൻസോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ ആണ് ക്യാര, അതുപോലെ സർഗാസം തുടങ്ങിയ സ്പീഷീസുകൾ. ചില ആളുകൾ ലാർജ് സൈസിലായിരിക്കും, ജൈന്റ് ആയിട്ട് വളരുന്ന അല്ലെങ്കിൽ ലാർജ് സൈസിൽ വളരുന്ന ആളുകളുണ്ട്. എക്സാമ്പിൾ മാക്രോസിസ്റ്റിസ്, സർഗാസം, ലാമിനേറിയ തുടങ്ങിയ ആളുകൾ. ഇതെല്ലാം ബ്രൗൺ ആളുകൾ. സം താലെ ഡിഫറൻഷിയേറ്റഡ് റൂട്ട് ലൈക്ക്, ദാറ്റ് മീൻസ് ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റെം ലൈക്ക് സ്റ്റൈപ്പ് ആൻഡ് ലീഫ് ലൈക്ക് ഫ്രോൺ പാർട്സ്. ചില ആളുകൾക്ക് അവരെ അറ്റാച്ച് ചെയ്യാൻ ആങ്കറിയൻ സബ്സ്ട്രേറ്റത്തിൽ ആങ്കറിയൻ സഹായിക്കുന്ന ഹോൾഡ് ഫാസ്റ്റ്, അതായത് റൂട്ട് പോലെ കാണിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. സ്റ്റെം പോലെയുള്ള സ്റ്റൈപ്പ് ഉണ്ടായിരിക്കും. ലീഫ് പോലെ തോന്നുന്ന ഫ്രോണ്ട് എന്ന പാർട്ടും ഉണ്ടായിരിക്കും. സം ആൾഗാർ ഗ്രോണാസ് ജെയിന്റ് ഇൻ സൈസ്. ചില ആളുകൾ വളരെ ജെയിന്റ് ഭീമാകാര വലിപ്പത്തിൽ വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അത്തരം ആളുകളെ കെൽപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കെൽപ്സ് ആർ എ ടൈപ്പ് ഓഫ് ലാർജ് ബ്രൗൺ സീവീഡ്സ് ഫ്രം ദ ഓർഡർ ഓഫ് ലാമിനേറിയൽസ് വിച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ബ്രൗൺ ആൽഗെ.
ബ്രൗൺ ആളുകളുടെ സബ് ഗ്രൂപ്പായ ഓർഡറിൽ വരുന്ന ലാമിനേറിയൽസ് എന്ന ഓർഡറിൽ വരുന്ന മിക്കമാറപ്പെട്ട എല്ലാ ആളുകളും ഇങ്ങനെ ജെയിന്റ് ആയിട്ട് വളരുന്ന കെൽപ്സ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് ജെയിന്റ് കെൽപ്സ് എന്നറിയപ്പെടുന്ന മാക്രോസിസ്റ്റിക് പൈറിഫെറ. ഏകദേശം 100 മീറ്റർ ഹൈറ്റിൽ വളരാൻ കഴിയുന്ന ഒരാളുടെയാണ്. അതുപോലെ ബുൾ കെൽപ്പ് എന്നറിയപ്പെടുന്ന നെരിയോസിസ്റ്റിസ്, ലുട്കീനിയ തുടങ്ങിയ സ്പീഷീസുകൾ, അതുപോലെ മറ്റ് സ്പീഷീസുകളായ ലാമിനേറിയ, എക്ലോണിയ, എയ്സീനിയ തുടങ്ങിയ സ്പീഷീസ് എല്ലാം കെൽപ്സിന്റെ എക്സാമ്പിളാണ്. ഈ ആളുകൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? കടലിന്റെ ആഴമേറിയ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ആർട്ടിക് ഓഷൻ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർഗാസോ സീ, സർഗാസം കടലിടുക്ക് പഠിച്ചിട്ടില്ലേ? ആ ഏരിയ മൊത്തം സർഗാസം കൊണ്ട് നിറഞ്ഞിട്ട് കപ്പലിനെ മുന്നോട്ട് പോകാൻ പറ്റാതെ കപ്പലൊക്കെ തകർന്നു പോയിട്ടുള്ള ഓഷ്യൻ ഭാഗങ്ങളുണ്ട്. അതേപോലെ ആർട്ടിക് ഓഷ്യന്റെയും അതുപോലെ ഡീപ്പ് ഷാലോ ടെമ്പറേച്ചർ കാണപ്പെടുന്ന ഭാഗങ്ങളിലൊക്കെ ഇത്തരം ആളുകളും ജൈന്റായിട്ട് വളരുമ്പോൾ ഒരു കാട് പിടിച്ച് ഒരു ഫോറസ്റ്റിന്റെ ലുക്ക് തോന്നിക്കുന്ന രീതിയിൽ പ്ലാന്റ് അത്രയും മാസമായിട്ട് വളരുന്ന ആളുകളായിരിക്കും. അതുപോലെ ഒരുപാട് കെൽപ്സിന്റെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. ഈ ഫോസിൽ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലായ കാര്യം, ഇത്തരം കെൽപ്സ് കാണപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഉണ്ടായതിരുന്ന അല്ലെങ്കിൽ രൂപപ്പെട്ടത് ഏകദേശം സീനോസൈക് എറയിൽ തന്നെ ടെർഷ്യറി പീരീഡില് മെയോസീൻ എപ്പോക്കിൽ, അത് യുഗത്തിലാണ് കാണപ്പെട്ടതെന്ന് തെളിവ് കിട്ടിയിട്ടുണ്ട്. അതായത് 23 വർഷം വരെ പഴക്കം, മില്യൺസ് ഇയേഴ്സ് പഴക്കമുള്ള ആളുകൾ ഫോസിൽസ് കാലിഫോർണിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ റീസെന്റ് ആയിട്ട് കുറെ ഫോസിൽസ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയത് വാഷിംഗ്ടൺ സ്റ്റേറ്റിലെ റോക്സ് നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ റോക്സിന്റെ ഒരു പഠനം നടത്തിയപ്പോൾ മനസ്സിലായത് ഏകദേശം 32 മില്യൺ ഇയേഴ്സ് വർഷം പഴക്കമുള്ള കെൽപ്സിന്റെ ഫോസിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് കാണപ്പെട്ടിരുന്നത് നേരത്തെ പറഞ്ഞ ടെർഷ്യറി പീരീഡിൽ തന്നെയാണ്, ഒളിഗോസീൻ എപ്പോക്ക് യുഗത്തിലാണ് കാണപ്പെടുന്നുള്ള തെളിവും കിട്ടിയിട്ടുണ്ട്. അത്തരം ആളുകൾ വേറൊരു പ്രത്യേകത, ഹോൾഡ് ഫാസ്റ്റ് ഉള്ളവരായിരുന്നു. പാറയിലൊക്കെ മറ്റും പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്ന ഹോൾഡ് ഫാസ്റ്റ് ഉള്ളവരായിരുന്നുള്ള തെളിവാണ് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഒരു ആൽഗൽ സെല്ലിന്റെ സ്ട്രക്ചർ ഉണ്ട്. സെൽവാളിന്റെ പ്രത്യേകത, ആളുകൾ 2 ടൈപ്പ് ഉണ്ടാവും. പ്രോകാരിയോട്ടിക് ടൈപ്പുള്ള ആളുകളുണ്ട്, അതാണ് സയാനോഫൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ യൂകാരിയോട്ടിക് ടൈപ്പും ഉണ്ട്. പ്രോകാരിയോട്ടിക് ടൈപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സയാനോഫൈസിൽ വരുന്നതാണ്. മ്യൂക്കോപെപ്റ്റൈഡ് എന്ന ഒരു കോംപ്ലക്സ് മെറ്റീരിയൽ കൊണ്ടാണ് അതിന്റെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ യൂകാരിയോട്ടിക് ആളുകളാണെങ്കിൽ സെല്ലുലോസ്, ഗാലക്റ്റിൻസ്, മന്നൻസ്, സൈലൻസ് പോലുള്ള വിവിധ കോമ്പൗണ്ടുകൾ ചേർന്നായിരിക്കും അവരുടെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാം കൂടെ ചേർന്നല്ല, ഓരോ ടൈപ്പ് ആളുകളിലും ഓരോ മെറ്റീരിയലായിരിക്കും കാണപ്പെടുന്നത്. പിന്നെ തൈലക്കോയിഡ്സ് അല്ലെങ്കിൽ ലാമല്ല ഫോട്ടോസിന്തറ്റിക് ഓർഗൻ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റിന് സിമിലർ ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് സ്ട്രക്ചർ ആയിട്ടുള്ള തൈലക്കോയിഡുകൾ കാണപ്പെടുന്നുണ്ട്. അത് പാരലൽ ലെയേഴ്സ് ആയിട്ട് സൈറ്റോപ്ലാസ്റ്റിന്റെ പുറത്തായിട്ട് ഇങ്ങനെ പാരലൽ ആയിട്ടായിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. ഗ്രാന ആബ്സെന്റ് ആണ്. ഒരു തൈലക്കോഡ് ഉണ്ട്, പക്ഷെ അതിനകത്ത് ഗ്രാനകൾ മീൻസ് അടുക്കിയിരിക്കുന്ന ഗ്രാനകൾ ആബ്സെന്റ് ആയിരിക്കും. ന്യൂക്ലിയർ ഡിവിഷൻ ഡസ് നോട്ട് ടേക്സ് പ്ലേസ് ബൈ മൈറ്റോസിസ്. ഇവിടെ ന്യൂക്ലിയർ ഡിവിഷൻ മൈറ്റോസ് വഴി നടക്കാറില്ല. സെൽ പ്ലേറ്റ് ഈസ് നോട്ട് ഫോംഡ്. ആ മൈറ്റോസിന്റെ ഫലമായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് സെൽ വാളിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു റിങ് പോലുള്ള സ്ട്രക്ചർ ആണ് ഉണ്ടാകുന്നത്. ഫ്ലജല്ലയുടെ പ്രത്യേകത, മൂവ്മെന്റ് സഹായിക്കുന്ന ഫ്ലജല്ല നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്ലജല്ല മോട്ടൈൽ ഫോംസിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അത് ഒരു ആൽഗയിൽ കാണപ്പെടുന്ന ഫ്ലജല്ല എല്ലാം ഈക്വൽ സൈസ് ആണെങ്കിൽ ആ ടൈപ്പിനെ ഐസോകോണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഒരു ആൽഗയിൽ കാണപ്പെടുന്ന ഫ്ലജല്ല എല്ലാം ഡിഫറെന്റ് സൈസിലാണ് കാണപ്പെടുന്നത്. അതിനെ ഹെറ്ററോകോൺ നല്ല അണീക്വൽ സൈസുള്ള ഫ്ലജല്ലായിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. സിംഗിൾ ഗ്രാനുൾ പ്രസന്റ് ഈച്ച് ഫ്ലജല്ലം. ഈ ഫ്ലജലത്തിന്റെ ബേസിൽ ഒരു ബേസൽ ബോഡി നമുക്ക് അറിയാമല്ലോ, അത് സിംഗിൾ ഗ്രാനുൽ ആയിരിക്കും. അതിനറിയപ്പെടുന്ന പേര് ബ്ലിഫാറോപ്ലാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഫ്ലജലത്തിന്റെ മെയിൻ കോർ പോർഷൻ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ആക്സോണിയം എന്നല്ല അറിയപ്പെടുന്നത്. +1 പോർഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പൊ ആക്സോണിയത്തിന്റെ പ്രത്യേകത നിർമ്മിച്ചിരിക്കുന്ന 9+2 അറയിലുള്ള മൈക്രോ പ്രോട്ടീൻ ട്യൂബിൾസ് കൊണ്ടാണ് അല്ലെ? 9 എണ്ണം ജോഡികളായിട്ട് ഡിപ്ലോയിഡ് അല്ലെങ്കിൽ പെയറായിട്ട് ഡബിളറ്റുകളായിട്ട് പുറത്തും സെന്ററിൽ 2 സിംഗ്ലറ്റുകളായിട്ട് കാണപ്പെടുന്നു. അങ്ങനെ 9+2 അറയിലുള്ള പ്രോട്ടീൻ ഫിലമെന്റുകൾ കാണപ്പെടുന്ന കോർ പോർഷനെയാണ് നമ്മൾ ആക്സോണിയം എന്ന് പറയുന്നത്. അതില് നേക്കഡ് ടെർമിനൽ പോർഷൻ, ആക്സോണിയമിന്റെ ഏറ്റവും ടിപ്പ് നേക്കഡ് ആയിട്ട് കാണാൻ കഴിയുന്ന ഏറ്റവും ടിപ്പ് പോർഷനെ വിളിക്കുന്ന പേര് എൻഡ് പീസ് എന്നാണ്. ഫ്ലജല്ല മേ ബി വിപ്ലാഷ്, ദാറ്റ് മീൻസ് സ്മൂത്ത് ആയിട്ട് കാണപ്പെടുന്ന ഫ്ലജല്ലകൾ കാണപ്പെടും. ചിത്രത്തിൽ കാണുന്ന പോലെ ഫ്ലജല്ലുള്ള ടൈപ്പുകളുണ്ട്. എന്നാൽ സം ഓഫ് ദം ആർ ടിൻസൽ ടൈപ്പ്. ടിൻസൽ ടൈപ്പ് എന്ന് വെച്ചാൽ ചെറിയ ഹെയർ ലൈക്ക് സ്പിൽമേഴ്സ് കാണപ്പെടുന്ന ഫ്ലജല്ല ഉള്ളവരുണ്ട്, ആ ചിത്രത്തിൽ കാണുന്ന പോലെ. അത്തരം ടിൻസൽ ടൈപ്പിനെ വേറെ പേരോട് പറയും പാൻഡോനിമാറ്റിക് ടൈപ്പ് എന്നും അറിയപ്പെടാറുണ്ട്. ഇത് സാധാരണ കൂടുതലും കാണപ്പെടുന്നത് സാന്തോഫൈസി, അതുപോലെ ബാസിലാരിയോഫൈസി, ഫിയോഫൈസി തുടങ്ങിയ ആളുകളാണ് കൂടുതലും ഈ ഒരു ടിൻസൽ ടൈപ്പ് ഫ്ലജല്ല കാണപ്പെടുന്നത്. ആൽഗൽ ന്യൂട്രീഷൻ നമുക്കറിയാം, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആണെന്ന് അറിയാം ആൽഗൽ ന്യൂട്രീഷൻ.
അതുപോലെ ന്യൂട്രീഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഫുഡ് റിസർവ് ചെയ്ത് വെക്കുന്നത് ഏത് മെറ്റീരിയലാകാം. ട്രൂ ആയിട്ടുള്ള ശരിക്കും ഒരു സ്റ്റാർച്ച്, ട്രൂ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ക്ലോറോഫൈറ്റ് ഗ്രീൻ ആളുകളും കാരോഫൈറ്റുകളുമായിരിക്കും, സ്റ്റോൺ ബെഡ്സുമായിരിക്കും. അതുപോലെ സയാനോഫൈസിൻ സ്റ്റാർച്ചിൻ രൂപത്തിലും സയാനോഫൈസിൻ എന്ന പ്രോട്ടീനേഷ്യസ് കോമ്പൗണ്ട് രൂപത്തിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സയാനോഫൈറ്റുകൾ, സയാനോബാക്ടീരിയകളാണ് കൂടുതൽ ചെയ്യുന്നത്. ക്ലോറിഡിയൻ സ്റ്റാർച്ച് എന്നൊരു കോംപ്ലക്സ് സ്റ്റാർച്ചിൻ രൂപത്തിൽ സ്റ്റോർ ചെയ്യുന്നത് റെഡ് ആളുകളായ റോഡോഫൈറ്റിൽ വരുന്നവരായിരിക്കും. മാലിറ്റോൾ അല്ലെങ്കിൽ ലാമിനൻ തുടങ്ങിയ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റാർച്ച് രൂപത്തിൽ സ്റ്റോർ ചെയ്യുന്നത് ഫെയോഫൈറ്റിൽ ബ്രൗൺ ആൽഗയിൽ വരുന്നവരായിരിക്കും. പാരാമൈലോൺ എന്ന കോമ്പൗണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് യൂഗ്ലിനോട്സിൽ, യൂഗ്ലിൻ ഉൾപ്പെടുന്ന യൂഗ്ലിനോട്സ് ആയിരിക്കും. ഗ്ലൂക്കോസിൻ എന്ന രൂപത്തിലുള്ള ഫുഡായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ അത് കൂടുതൽ കാണപ്പെടുന്നത് സാന്തോഫൈറ്റ്, അതുപോലെ വാസിലോരിയോഫൈറ്റ്, അതുപോലെ ക്രൈസോഫൈറ്റ് തുടങ്ങിയ ആളുകളാണ് കൂടുതലും ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ ജനറൽ ക്യാരക്ടേഴ്സിലെ എല്ലാ ആളുകളും പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ആളുകൾ ഡിഫറെന്റ് ക്ലാസ്സുകൾ, ഡിവിഷനിൽ കാണപ്പെടുന്ന മേജർ പിഗ്മെന്റ്സുകൾ, അതുപോലെ മറ്റ് പിഗ്മെന്റ്സുകൾ, സ്റ്റോർഡ് ഫുഡ്, അതിന്റെ സെൽവാളിന്റെ നേച്ചർ, ഫ്ലജല്ലർ നമ്പർ ആൻഡ് പൊസിഷൻ ഓഫ് ഇൻസേഷൻ, എത്ര ഫ്ലജല്ല ഉണ്ട്, അത് എവിടെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു, അതിന്റെ സെക്ഷുവാലിറ്റി എന്താണ്, സെൽ സ്ട്രക്ചർ എന്താണ്, ഇതിനൊരു ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ജനറൽ ക്യാരക്ടേഴ്സിന് പറയാം. അതുപോലെ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ് അല്ലെങ്കിൽ ഓരോ ഡിവിഷൻ പറയുമ്പോൾ അവിടെ ഇത് പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഈ ബോക്സ് അതുപോലെ എടുത്താലും മതി, വായിച്ചു നോക്കിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫുഡ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, കോമൺ ആയിട്ടുള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഓരോ ക്ലാസ് നമുക്ക് പഠിക്കാനുണ്ടല്ലോ, അപ്പൊ അത് പഠിക്കുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ പോയിന്റും വീണ്ടും ഒന്നും കൂടെ പറയുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ആൽഗെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. അതിൽ കുറച്ച് പോർഷൻ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ് അതിന്റെ ബാക്കി പോർഷനോട് വീണ്ടും കാണാം. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.